നമസ്കാരം. സോഷ്യൽ മീഡിയ കാരണം വഴിതെറ്റിപ്പോയ അല്ലെങ്കിൽ ജീവിതം താറുമാറായിപ്പോയ പെൺകുട്ടികളുടെ കഥകൾ നാം ധാരാളം കേട്ടിട്ടുണ്ട്. ഈ കാരണത്താൽ സോഷ്യൽ മീഡിയ നിരോധിക്കപ്പെടേണ്ടതാണോ? അത് നാം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മുടെ പെൺകുട്ടികൾ വഴിതെറ്റുന്നത് ഈ സോഷ്യൽ മീഡിയയിലൂടെയാണെന്നുള്ളതാണല്ലോ പൊതുവെ ഉള്ള ധാരണ. അതേപ്പറ്റി സംസാരിക്കുന്നതിന് മുൻപ് ഇന്ത്യൻ റെയിൽവേയെ പറ്റി ഒരു വാക്ക് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ റെയിൽവേ ശൃംഖലയാണ് ഇന്ത്യൻ റെയിൽവേ. ആയിരക്കണക്കിന് ട്രെയിനുകൾ ഈ ദേശത്തുകൂടെ എപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നു. 12 ലക്ഷത്തിൽ പരം തൊഴിലാളികൾ ഈ റെയിൽവേ കൊണ്ട് ജീവിക്കുന്നു. ഈ റെയിൽവേയിൽ പലപ്പോഴും അപകടങ്ങൾ ഉണ്ടാകാറുണ്ട്. ചിലർ റെയിൽവേയുടെ മുമ്പിൽ പെട്ട് മരിച്ചു പോകുന്നു, ചിലർ ആത്മഹത്യ ചെയ്യുന്നു, ചിലപ്പോൾ റെയിൽവേയിൽ അപകടങ്ങൾ ഉണ്ടാകുന്നു. ഈ കാരണത്താൽ റെയിൽവേയെ നിരോധിക്കേണ്ടതുണ്ടോ? ഇതും നമുക്ക് ചിന്തിക്കേണ്ട ഒരു ആവശ്യമില്ലേ? കോടിക്കണക്കിന് ആളുകൾ യാത്ര ചെയ്യുന്ന ഈ റെയിൽവേ കേവലം 2-3 പേർ മരിച്ചു അല്ലെങ്കിൽ അപകടമുണ്ടായി എന്ന കാരണത്താൽ നിരോധിക്കേണ്ടതുണ്ടോ? ഒരിക്കലുമില്ല. കാരണം ഏറ്റവും കൂടുതൽ പ്രയോജനമാണ് റെയിൽവേയിൽ നിന്നും ലോകത്തിന് ലഭിക്കുന്നത്. അതിൻ്റെ മൈനസായിട്ടുള്ള കാര്യങ്ങൾ വളരെ കുറവാണ്. അതുകൊണ്ട് അത് നിരോധിക്കേണ്ട ആവശ്യം ഉണ്ട് എന്ന് ആരും പറയില്ല. ഇത് തന്നെയാണ് സോഷ്യൽ മീഡിയയുടെ അവസ്ഥയും. അതേപ്പറ്റി സോഷ്യൽ മീഡിയയെപ്പറ്റി നമുക്ക് ഒരല്പം ചിന്തിക്കാം. നാട്ടിൻ പുറത്തുള്ള വീട്ടമ്മമാർ വരെ സോഷ്യൽ മീഡിയയിലൂടെ സജീവമായി തീർന്നിരിക്കുകയാണ്. പലർക്കും പറയാനുള്ളതും ഒക്കെ അവർ സോഷ്യൽ മീഡിയയിലൂടെ പറയുന്നു. അതായത് അവരുടെ ചിത്രം പങ്കുവയ്ക്കുന്നു, വിശേഷ ദിവസങ്ങളിലെ ചിത്രങ്ങൾ പങ്കുവയ്ക്കുന്നു, അവരെന്തെങ്കിലും കണ്ടാൽ അത് ജനങ്ങളുമായി പങ്കുവയ്ക്കുന്നു. അതുകൂടാതെ നമ്മുടെ നാട്ടിൻ പുറത്തോ നമ്മുടെ അടുത്ത ദേശത്തോ ഒരു മരണമുണ്ടായാൽ സോഷ്യൽ മീഡിയയിലൂടെ നാം അറിയുന്നു. നമുക്ക് ചെറിയ കഥകൾ എഴുതാൻ ആഗ്രഹമുണ്ടെങ്കിൽ അത് എഴുതി സോഷ്യൽ മീഡിയയിൽ ഇട്ടാൽ അത് 100 കണക്കിന് അല്ലെങ്കിൽ 1000 ആളുകൾ അത് വായിക്കുന്നു. നാം ഒരു ചിത്രം വരച്ചാൽ ആ ചിത്രം സോഷ്യൽ മീഡിയയിൽ ഇട്ടാൽ അത് ധാരാളം ആളുകൾ കാണുകയും ആസ്വദിക്കുകയും ചെയ്യുന്നു. ഈ സോഷ്യൽ മീഡിയ ഇല്ല എങ്കിൽ നിങ്ങൾ എഴുതുന്ന ഒരു ചെറിയ കഥ ആര് പ്രസിദ്ധീകരിക്കും? ആര് കാണും? നാം അതിന് പത്രം ഓഫീസിൽ ചെല്ലണം. അവിടെ ചെല്ലുമ്പോൾ നിങ്ങളുടെ ചെറുകഥ വായിച്ചിട്ട് ഇത് കൊള്ളുകയില്ല എന്നും പറഞ്ഞ് അവർ മടക്കിത്തരും. നമുക്കത് പ്രസിദ്ധീകരിക്കാനുള്ള യാതൊരു നിവൃത്തിയും ഇല്ലാതെ വരുന്നു. നാം ഒരു ചിത്രം വരച്ചാൽ ആ ചിത്രം നാം ഒരു മാസികയുമായി ബന്ധപ്പെട്ട് അവിടെ കൊണ്ടുവന്ന് പബ്ലിഷ് ചെയ്യാൻ ശ്രമിച്ചാൽ അവർ പറയും ഇതിവിടെ പബ്ലിഷ് ചെയ്യാൻ യോഗ്യമല്ല എന്ന് പറയും. നമുക്ക് അതൊരിക്കലും പ്രസിദ്ധീകരിച്ച് മറ്റുള്ളവരെ കാണിക്കാനും നമ്മുടെ അഭിലാഷം സാധിക്കുവാനും പറ്റുകയില്ല. എല്ലാ കാര്യങ്ങളും നമുക്ക് പത്രമാധ്യമങ്ങളിലും TV-യിലും കൂടെ നമുക്ക് വരുത്താൻ സാധിക്കുകയില്ല. അതിനുള്ള ഏറ്റവും വലിയ മാധ്യമമാണ് സോഷ്യൽ മീഡിയ. ചെറിയ കുറ്റകൃത്യങ്ങൾ പോലും ഗ്രാമത്തിലുള്ളവർ കണ്ടിട്ട് അത് ജനങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ്. അതുവഴി പോലീസുകാർക്ക് പോലും പെട്ടെന്ന് കുറ്റവാളികളിൽ എത്തിച്ചേരുവാൻ കൂടെ സാധിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയ ഒരു ചെറിയ സംഗതിയാണെന്ന് ആരും വിചാരിക്കരുത്. ഒരു പെൺകുട്ടിക്ക് തെറ്റുപറ്റി വഴിതെറ്റിപ്പോയത് കൊണ്ട് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഉള്ളതുകൊണ്ടാണ് പെൺകുട്ടികൾ വഴിപിഴച്ചു പോകുന്നതെന്ന് ഒരിക്കലും പറയാനാവുന്നതല്ല. സോഷ്യൽ മീഡിയ ഇവിടെ ആവശ്യമാണ്. സോഷ്യൽ മീഡിയ ഈ കാലഘട്ടത്തിന്റെ ആവശ്യമായി തീർന്നിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ ഇല്ലാത്ത ഒരു വ്യക്തി പോലും ഇന്ന് കേരളത്തിലുണ്ടെന്ന് പോലും എനിക്ക് തോന്നുന്നില്ല. നാം എല്ലാ വിവരങ്ങൾ അറിയുന്നതും എല്ലാ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നതും നമ്മുടെ ദുഃഖങ്ങളും സുഖങ്ങളും എല്ലാം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെയാണ്. നാം ചിന്തിക്കുക, എന്തെല്ലാം സംവാദങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ നാം കാണുന്നത്. ഇന്ന് നടക്കുന്ന എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിലൂടെയാണ് നാം അറിയുന്നതും നാം മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതും.
സോഷ്യൽ മീഡിയയിലൂടെ ഒരു കുട്ടിക്ക് ഒരു ആപത്തുണ്ടായെന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ നിരോധിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റുന്നതല്ല. ഇന്ന് ജനങ്ങളുടെ ആവശ്യമാണ്. നമുക്ക് ഒരാളോട് സ്നേഹം പങ്കുവയ്ക്കുവാനും ഒരാളോടുള്ള എതിർപ്പ് പ്രകടിപ്പിക്കുവാനും നമ്മുടെ ഇഷ്ടമില്ലായ്മ വേറൊരാളെ അറിയിക്കാനും നമ്മുടെ ഇഷ്ടം ഒരാളെ അറിയിക്കാനും എല്ലാം ആവശ്യം സോഷ്യൽ മീഡിയയാണ്. അതുകൊണ്ട് സോഷ്യൽ മീഡിയയെ പോസിറ്റീവായി കണ്ടുകൊണ്ട് നമുക്ക് മറ്റുള്ളവരോട് പറയാനുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ മറ്റുള്ളവരെ കാണിക്കാനുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മുടെ കഴിവുകൾ തെളിയിച്ച് കാണിക്കാനുള്ള എല്ലാ അവസരങ്ങളും പരമാവധി പ്രയോജനപ്പെടുത്തുക. അതുകൊണ്ട് സോഷ്യൽ മീഡിയയെ ആരെങ്കിലും കുറ്റപ്പെടുത്തുന്നെങ്കിൽ അതിനെ ശക്തമായി എതിർക്കുക. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന പെൺകുട്ടികളെയും ചെറുപ്പക്കാരായ ആൺകുട്ടികളെയും അതിന്റെ നല്ല വശങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതിന്റെ ദൂഷ്യവശങ്ങളെല്ലാം എപ്പോഴും നാം അറിയുന്നതാണ്. അതിൽ നിന്ന് അവരെ പിന്തിരിപ്പിച്ച് അവരെ നല്ല മാർഗത്തിലേക്ക് നയിച്ചു കൊണ്ടുവരുവാൻ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി ഞാൻ വരുന്നതുവരെ നമസ്കാരം.